തമിഴ്നാട് വിരുദ്നഗർ സ്ഫോടനത്തിൽ മരിച്ചവരുടെ മൃതദേഹം ഏറ്റെടുക്കാതെ ബന്ധുക്കളുടെ പ്രതിഷേധം. സാമ്പത്തിക സഹായം നൽകുന്നതിൽ തീരുമാനമാകാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് ബന്ധുക്കൾ. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മണിക്കൂറുകൾ പിന്നിട്ടു. വിരുദ്നഗറിൽ നിന്ന് രാഹുൽ വിജയൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഈ ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം? രാഹുൽ, ഉന്മേഷ്, രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ മരിച്ച 23 പേരുടെ പോസ്റ്റ്മോർട്ടം പരിശോധന നടപടികൾ പൂർത്തിയായതാണ്. പക്ഷേ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഈ ബന്ധുക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. അവരിവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ മരിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പടക്ക നിർമ്മാണശാലയുടെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ അവരും നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കളക്ടർക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രഖ്യാപനം നടത്താൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തത് എന്ത് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചോദിക്കുന്നത്. കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വരണം, ആളുകളുമായിട്ട് സംസാരിക്കണം, കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളതാണ് ഇവർ ആവശ്യമായി മുന്നോട്ട് വെക്കുന്നതും. അതിലൊരു തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഒരു പ്രതിഷേധ നടപടിയിലേക്ക് ഇവർ പോകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല, പക്ഷേ ആ ശബ്ദം ഉയർത്തിക്കൊണ്ട് അവരവരുടെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അത് പോലീസ് ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത് വിജയിക്കുമെന്ന് തോന്നുന്നില്ല. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം കളക്ടർ എത്തുക എന്നുള്ളത് തന്നെയാണ്. കളക്ടർ എത്തി കാര്യങ്ങൾ ചോദിക്കുക, ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇവർ പറയുന്നത്. എന്തായാലും ഈ കാണുന്ന പോലെ തന്നെ അവരുടെ സംഘടിച്ച് നിൽക്കുകയാണ്. ഈ നഷ്ടപരിഹാരത്തിൽ ഉൾപ്പെടെ തീരുമാനമാകാതെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങില്ല എന്നുള്ളതാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. அப்படிதானா? என் சொந்தக்காரங்க, என் மாமியார் இறந்துருக்கு, கேட்டதுக்கு பதில் சொல்ல மாட்டேங்கிறாங்க. அப்ப நான் தான் முடியும். நஷ்டம் ஒன்றும் கிடைக்கலையா? நஷ்டமெல்லாம் கேட்கல. அதுக்கு என்ன பரிகாரங்கள் அப்படிங்க கலெக்டர் வந்துட்டு எல்லாம் இருக்கு, ரெக்கார்டு எல்லாம் இருக்கு. എന്തായാലും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് എന്തായാലും നീങ്ങിയിട്ടുണ്ട്. പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും നടക്കുന്നതും. ഉന്മേഷ്, രാഹുൽ, ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ കളക്ടർ ആ സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ തീരുമാനം എന്തുകൊണ്ടാണ് വൈകുന്നത്? രാഹുൽ, ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ ഉണ്ട്, തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ സാങ്കേതികമായ നടപടിക്രമങ്ങളാണോ കാരണം? എന്തുകൊണ്ടാണ് അത് വൈകുന്നത്? രാഹുൽ, സാങ്കേതിക തടസ്സങ്ങളാണ് ഈ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് തടസ്സം എന്നുള്ളതാണ് അവരുടെ ഒരു വിശദീകരണമായിട്ട് വരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവർ പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ് എങ്കിൽ കളക്ടർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഭരണാധികാരി എന്ന നിലയിൽ തീരുമാനമെടുക്കാനുള്ള ചില ഉത്തരവാദിത്തങ്ങൾ കൂടി, അല്ലെങ്കിൽ അത്തരം അവകാശങ്ങൾ കൂടിയുണ്ട്. അതെന്തുകൊണ്ട് വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ നാട്ടുകാർ ചോദിക്കുന്നത്, ഇവരുടെ ബന്ധുക്കൾ ചോദിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഉടമസ്ഥരായിട്ടുള്ള ഈ പടക്ക നിർമ്മാണശാലയുടെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ, അവരെ പിടികൂടാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഉന്നതരായതുകൊണ്ട് തന്നെ പോലീസിന്റെ സഹായം അവർക്ക് ലഭ്യമാകുന്നുണ്ട്. ആ പോലീസിന്റെ സഹായത്താൽ അവർ ഒളിച്ചു കഴിയുകയാണ്. പേരിന് വേണ്ടി മാത്രം അവരുടെ ബന്ധുക്കളായിട്ടുള്ള ഒരു 4 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആരോപിക്കുകയും ചെയ്യുന്നത്. അവരെ പിടികൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പടക്ക നിർമ്മാണശാലയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ അതിന്റെ ഉടമസ്ഥരിൽ നിന്ന് കിട്ടേണ്ട നഷ്ടപരിഹാരം ഏകദേശം 5 ലക്ഷം രൂപയോളം അത് വരും. മാത്രമല്ല 50,000 രൂപയോളം ഈ മരണാനന്തര ചടങ്ങുകൾക്ക് ഉൾപ്പെടെ നൽകേണ്ടതുമാണ്. അത്തരം കാര്യങ്ങൾ കൂടി ഈ ഉടമസ്ഥരായിട്ടുള്ള ഈശ്വരിയെയും ഭർത്താവിനെയും പിടികൂടിയാൽ നടക്കും എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. പക്ഷേ അതിനുള്ളൊരു കാലതാമസം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇത്രയും വലിയ പോലീസ് സന്നാഹം പരിശോധന നടത്തിയിട്ടും ഈ ഒരു പടക്ക നിർമ്മാണശാലയുടെ ഉടമസ്ഥരെ പിടികൂടാൻ കഴിയാത്തത് ഒത്തുകളിയുടെ ഭാഗമാണ്, നഷ്ടപരിഹാരം നൽകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആരോപിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.